നമസ്കാരം. ജോബ് ഇൻഫോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് കണ്ടത്? GDSന്റെ സെക്കൻഡ് ലിസ്റ്റിന്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. GDSന്റെ സെക്കൻഡ് ലിസ്റ്റ് വന്നു. 1400ഓളം പേരെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ വെരിഫിക്കേഷൻ ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 3-ാം തീയതിക്കുള്ളിൽ തന്നെ അതിന്റെ വെരിഫിക്കേഷൻ ഒക്കെ കഴിയും. അപ്പൊ കുറെ പേരൊക്കെ ഫസ്റ്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞത് ഫസ്റ്റ് ലിസ്റ്റിൽ നിന്നുള്ളവരൊക്കെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ സെക്കൻഡ് ലിസ്റ്റ് പബ്ലിഷ് ആയി. അപ്പൊ സെക്കൻഡ് ലിസ്റ്റിൽ ഞാൻ പറഞ്ഞു 1400ഓളം പേരെയാണ് ചൂസ് ചെയ്തിരുന്നത്. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ഒരു ടൈമാണ്. ഓരോ ഡിവിഷനും ഈ ഒരു ഡേറ്റ് എന്നൊക്കെ പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതൊന്നുമല്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദർപ്പൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന്റെ വീഡിയോസ് ചെയ്തു തരാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തരാമോ, കുറെ ഡൗട്ടുകൾ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മളൊരു പോസ്റ്റ് ഓഫീസിൽ നമ്മളൊരു BPM, അതായത് BPM പോസ്റ്റിലേക്ക് വരുന്ന ഒരാൾക്കായിരിക്കും എന്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. അപ്പൊ BPMന്റെ ഒരു ജോബിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളൊരു പോസ്റ്റ് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അന്നത്തെ ഡേറ്റ് മാറ്റുക. ഡേറ്റ് സ്റ്റാമ്പ് ഉണ്ട്. അപ്പൊ ആ ഡേറ്റ് സ്റ്റാമ്പ് എന്തായാലും ഡേറ്റ് മാറ്റി പോസ്റ്റ് മാർക്ക് ബുക്ക് ഉണ്ട്. ആ ബുക്കിന്റെ അകത്ത് നമ്മൾ ആ ഡേറ്റ് സ്റ്റാമ്പ് പതിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇൻഷ്യൽ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഡേറ്റ് കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും മാറ്റിയിരിക്കണം. അപ്പൊ ഇതെല്ലാം സിമ്പിൾ കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഓഫീസിൽ പഴയ BPMs ഉണ്ട്. ആ BPMസിനോട് ചോദിച്ച് ഇതെല്ലാം ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ ദിവസവും ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണ് കൂടുതൽ വിവരങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നൊന്നുമില്ല. പയ്യാണ് നമ്മൾ ഓരോന്ന് പഠിച്ചു വരുന്നത്. അപ്പൊ അതിനുശേഷം നമ്മളിപ്പോ ഒരു കസ്റ്റമർ വരുവാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഡെയിലി നമ്മുടെ പോസ്റ്റ് ഓഫീസിനെ സമീപിക്കാറുണ്ട്. അപ്പൊ പല കാര്യങ്ങൾക്കായിരിക്കും അവർ വരുന്നത്. ഇപ്പൊ ചിലർ ഡെപ്പോസിറ്റ് ചെയ്യാൻ വരും, ചിലർ വിഡ്രോവലിന് വരും. അതേപോലെ തന്നെ ചിലര് നമ്മുടെ ആർട്ടിക്കിൾസ് വാങ്ങിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. അതേപോലെ ഇപ്പൊ COD അങ്ങനെയുള്ള പേയ്മെന്റുകൾ, അപ്പൊ അങ്ങനെ വരുന്നവരുണ്ട്. അതുമല്ല ഇപ്പൊ നമ്മുടെ ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി വരുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കാണ് ആളുകള് നമ്മുടെ പോസ്റ്റ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മെയില് രാവിലെ വരും. അപ്പൊ മെയിലിനകത്ത് നമ്മുടെ മെയിൽ ബാഗിന്റെ അകത്ത് നമുക്ക് ആർട്ടിക്കിൾസ് ഉണ്ട്, രജിസ്റ്റേർഡ് ഉണ്ട്, സ്പീഡ് പോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഓർഡിനറി ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം തരംതിരിക്കുക, അതെല്ലാം ABPMന്റെ ജോലിയാണ്. അപ്പൊ അതിനുശേഷം ഈ രജിസ്റ്റേർഡ് കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ പാസ്പോർട്ട് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതില് നമ്മൾ എഴുതേണ്ടി വരും. അതേപോലെ തന്നെ BP COD എല്ലാം നമ്മൾ പ്രത്യേകം രജിസ്റ്ററുകളിൽ എഴുതി കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. സോ കസ്റ്റമേഴ്സ് ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി വരുവാണ്. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ സ്ലിപ്പുകൾ ഉണ്ട്. പെയിൻ സ്ലിപ്പുകളിലെ അക്കൗണ്ട് നമ്പർ, അതേപോലെ തന്നെ നെയിം കസ്റ്റമറിനെ കൊണ്ട് എഴുതിക്കുക. അതാണ് ഏറ്റവും നല്ലത്. കസ്റ്റമറിനെ കൊണ്ട് തന്നെ എഴുതിക്കുക. അക്കൗണ്ട് നമ്പർ, അവരുടെ പേര്, എത്ര രൂപയാണ് അവർ അടയ്ക്കുന്നത്, ദെൻ അവരുടെ സിഗ്നേച്ചർ, ഇതെല്ലാം നമ്മൾ വാങ്ങിക്കുക. അതിനുശേഷമാണ് നമ്മൾ ദർപ്പൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് CBSലേക്ക് പോയതിനു ശേഷം ക്യാഷ് ഡെപ്പോസിറ്റിൽ പോയി നമ്മൾ ആ ഫീൽഡ് എല്ലാം എൻ്റർ ചെയ്തതിനു ശേഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ക്യാഷ് വിഡ്രോവൽ ആണ്. അപ്പൊ വിഡ്രോവൽ ഫോമിൽ നിങ്ങൾ അതേപോലെ തന്നെ അക്കൗണ്ട് നമ്പർ എഴുതുക, ഡേറ്റ് എഴുതിക്കുക, അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസിന്റെ നെയിം, എത്ര രൂപയാണ് അവർ വിഡ്രോ ചെയ്യുന്നത് വേർഡ്സിന് ഫിഗറിലും എഴുതുക. ദെൻ 2 സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ സിഗ്നേച്ചർ തമ്പ് ഇംപ്രഷൻ ഓഫ് ദ ഡെപ്പോസിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ സൈൻ ചെയ്യിപ്പിക്കുക. ഇതെല്ലാം നിങ്ങൾ കസ്റ്റമറിനെ കൊണ്ട് തന്നെ എഴുതിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഡെപ്പോസിറ്റും വിഡ്രോവലും ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഡെപ്പോസിറ്റ് ആണെങ്കിലും വിഡ്രോവൽ ആണെങ്കിലും ചെയ്യുമ്പോൾ പാസ്ബുക്ക് എന്ന് പറഞ്ഞ നിർബന്ധമാണ്. അപ്പൊ പാസ്ബുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞേ ഉള്ളൂ നമ്മൾ ഇത് ചെയ്യാവുള്ളൂ. അപ്പൊ അതിനുശേഷം നമ്മൾ പാസ്ബുക്കിൽ എൻട്രി ചെയ്യണം. എൻട്രി ചെയ്തതിനു ശേഷം ഡേറ്റ് സ്റ്റാമ്പ് പതിക്കണം. അതേപോലെ തന്നെ പോസ്റ്റ് മാസ്റ്റർ BPM ആണെങ്കിൽ BPM ഇനിഷ്യൽ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവും. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഡിവൈസിലേക്ക് വരുവാണെങ്കിൽ ദർപ്പൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യമേ യൂസർ ID കൊടുക്കണം, പാസ്വേഡ് കൊടുക്കണം. അതിനുശേഷം ഒരു OTP വരും. നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിലായിരിക്കും OTP വരുന്നത്. ആ OTP നമ്മൾ എൻട്രി ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. അതിനുശേഷം വരുന്ന ഒരു ഹോം പേജിൽ നമുക്ക് ഡേ ബിഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഡേ ബിഗിൻ ചെയ്യാം.
അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഡിവൈസിന്റെ കേസിലേക്ക് വരുമ്പോൾ. അപ്പൊ ഡിവൈസിൽ ആദ്യമേ ഡെബിഗിൻ ചെയ്യുക. ഡെബിഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പൊ ഡെപ്പോസിറ്റ് ഉണ്ട്, ഇപ്പൊ ആ ദിവസം ഡെപ്പോസിറ്റിന് ആള് വരുവാണ്, അപ്പൊ ഡെപ്പോസിറ്റ് എടുക്കാം. ഡെബിഗിൻ ചെയ്തതിന് ശേഷം ഡെപ്പോസിറ്റ് എടുക്കാം, ദെൻ വിഡ്രോവൽ എടുക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അതിനുശേഷം താഴെ തന്നെ PLI എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അതായത് പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ്, അതേപോലെ റൂറൽ പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻഡെക്സ് ചെയ്യുക, അതേപോലെ തന്നെ പ്രീമിയം കളക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ഇതിനെല്ലാത്തിനും കൂടെ ഉള്ള ഓരോ ഓപ്ഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടാബാണ് ഇതിന് താഴെ ഉള്ളത്. അപ്പൊ ആ PLIയിൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രീമിയം കളക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പ്രീമിയം കളക്ഷൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് റിന്യൂവൽ പ്രീമിയം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതായത് പിന്നീട് പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസോ ഒക്കെ അടയ്ക്കാൻ, PLI ഒക്കെ അടയ്ക്കാൻ വരുന്നവരുടെ എടുക്കാൻ വേണ്ടിയാണ് ഈ പ്രീമിയം കളക്ഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്രീമിയം കളക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോളിസി നമ്പർ കൊടുത്ത് നമുക്ക് പിന്നീടുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമുക്ക് ആ എമൗണ്ട് അടച്ചതിന് ശേഷം നിങ്ങൾ PLI ബുക്കോ അല്ലെങ്കിൽ RPLI ബുക്കോ പതിച്ചു കൊടുക്കണം. പതിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏത് മന്തിന്റെ ആണെന്ന് എഴുതണം, അത് GST പ്രീമിയം സെപ്പറേറ്റ് ചെയ്ത് എഴുതുക, ടോട്ടൽ എമൗണ്ട് എഴുതുക, ഇൻഷ്യൽ ചെയ്യുക, റെസിപ്റ്റ് നമ്പർ എഴുതുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ബുക്കിൽ ചെയ്യാനുള്ളത്. ശേഷം നമ്മളിപ്പോ മെയിൽ വരുമ്പോൾ നമുക്ക് ബാഗ് ഓപ്പൺ ചെയ്യണം. അപ്പൊ ബാഗിങ്ങിലേക്ക് പോകും. അപ്പൊ ബാഗിങ് സെക്ഷനിൽ വരുമ്പോൾ ബാഗിങ് എടുത്ത് കഴിയുമ്പോൾ ബാഗ് ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ബാഗ് ഓപ്പൺ കൊടുക്കുമ്പോൾ അതിനകത്ത് ബാഗ് ID ചോദിക്കും. അപ്പൊ LBL എന്ന് പറയുന്നതാണ് ബാഗ് ID. അപ്പൊ ആ ബാഗ് ID എന്ന് പറയുന്നത് നമ്മുടെ BS സ്ലിപ്പ് തരുമ്പോൾ അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ LBL നമ്പർ കൊടുക്കുക. അതിനുശേഷം വെർച്വൽ ഡേറ്റ അവൈലബിൾ ആണെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ബാഗ് ID കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റ മുഴുവൻ കയറി വരും. അപ്പൊ ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി. മൊബൈൽ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് സ്കാൻ ചെയ്യാം ഓരോ ആർട്ടിക്കിൾസ്. ഇൻ കേസ് വെർച്വൽ ഡേറ്റ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ബാഗ് ID കൊടുത്തു, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ചിലവരാണെങ്കിൽ വെയിറ്റ് ചെയ്യാറുണ്ട്, ഒരു 12 മണി ആ സമയം വരെയൊക്കെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ചിലപ്പോൾ ആ ബാഗിലെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കയറി വരും, വെർച്വൽ ഡേറ്റ കയറി വരും. അപ്പൊ അങ്ങനെ കയറി വരാത്ത കേസുകളിൽ നമ്മൾ മാനുവലായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടും വെർച്വൽ ഡേറ്റ അവൈലബിൾ അല്ല. അപ്പൊ അങ്ങനെയുള്ള കേസ് മാനുവലായിട്ട് തന്നെ എൻ്റർ ചെയ്യണം. അപ്പൊ മാനുവലായിട്ട് എൻ്റർ ചെയ്യുമ്പം അത് പല രീതിയിലാണ്. അതായത് ബാഗ് ID കൊടുത്തു കഴിയുമ്പോൾ BO സ്ലിപ്പ് നമ്പർ ചോദിക്കുന്ന കേസുകളുണ്ട്. നമ്മൾ 2-3 അറ്റംപ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ BO സ്ലിപ്പ് നമ്പർ ചോദിക്കണം എന്നില്ല. ദെൻ പെർഫോം വെർച്വൽ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞ് നേരിട്ട് ആ ഒരു ഓപ്ഷനിലേക്ക് കയറി പോകും. അപ്പൊ അത് പല രീതിയിലാണ്. മേ ബി ആപ്ലിക്കേഷന്റെ ഒരു പ്രശ്നമായിരിക്കാം. അപ്പൊ നമ്മൾ ബാഗ് ID കൊടുത്തതിന് ശേഷം നമ്മൾ ആർട്ടിക്കിളിന്റെ ആ ഒരു പേജിലേക്ക് തന്നെ വരും. അപ്പൊ അതിൽ നമ്മൾ ആദ്യത്തെ ആ സ്കാൻ ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അതിന് താഴെയായിട്ട് നമുക്ക് ആർട്ടിക്കിൾ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഒരു ഡെലിവറി സ്ലിപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യമേ നമുക്ക് സ്പീഡ് പോസ്റ്റ്, ആ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അപ്പൊ A എന്ന് പറയുന്നത്, അപ്പൊ AQ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് സ്പീഡ് പോസ്റ്റ് ആണ്. അപ്പൊ സ്പീഡ് പോസ്റ്റ് എന്നുള്ളത് AQ നമ്മൾ വരുന്ന ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അതിന്റെ താഴെയുള്ള ആർട്ടിക്കിൾ ടൈപ്പ് എന്ന് പറയുന്നത് സ്പീഡ് പോസ്റ്റ് സെലക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ വേണം അത് എൻട്രി ചെയ്ത് ആഡ് ചെയ്ത് പോവാൻ. അപ്പൊ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം. കാരണം പാഴ്സലാണ്, ആർട്ടിക്കിൾ ടൈപ്പ് മാറാൻ പാടില്ല. അതേപോലെ തന്നെ VP COD വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം VP ആണെങ്കിൽ VP സെലക്ട് ചെയ്യണം ആർട്ടിക്കിൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് ആ എമൗണ്ടും കൂടെ കൊടുക്കണം, ആ കമ്മീഷൻ കുറച്ചുള്ള എമൗണ്ട് വേണം കൊടുക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ചെയ്താണ് പഠിക്കുക. അതിനുശേഷം COD ഉണ്ട്. COD വരുമ്പോൾ SB COD ആണെങ്കിൽ BP COD, അത് അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നോക്കിയിട്ട് ഏതാണോ അത് കൊടുക്കുക, വാല്യൂ കൊടുക്കുക, അങ്ങനെ ആഡ് ചെയ്യാം. അപ്പൊ ഇത് വളരെ ശ്രദ്ധയോടുകൂടി വേണം വെർച്വൽ ഡാറ്റ എൻട്രി നടത്താൻ. അപ്പൊ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരിക, ഇപ്പൊ VPയിലെ വാല്യൂ കയറാണ്ട് വരിക, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പിന്നീട് സബ് ഓഫീസിനെ അറിയിക്കുക, അവിടെ വഴിയാണ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ബാഗിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഡെപ്പോസിറ്റ് പറഞ്ഞു, അതേപോലെ തന്നെ PLI പറഞ്ഞു. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ്, അതായത് ആ ഒരു ഹോം പേജിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറിയൊരു സിമ്പിൾ ഉണ്ട്, അതാണ് വാലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വാലറ്റിൽ പോയാൽ നമുക്ക് അതുവരെ ചെയ്ത എത്ര ആർട്ടിക്കിൾസ്, എത്ര ട്രാൻസാക്ഷൻസ്, അതിന്റെ എമൗണ്ട്, ഇതെല്ലാം കാണാൻ പറ്റും. നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് എത്ര, അപ്പൊ നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അതേപോലെ തന്നെ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാഗിങ്ങിന്റെ നേരെ മുകളിലായിട്ട് കിടക്കുന്ന ഒരു ഓപ്ഷനാണ് ബുക്കിംഗ്. അപ്പൊ ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബുക്കിംഗ് രജിസ്റ്റേർഡ് ആണ്, സ്പീഡാണ്, രജിസ്റ്റേർഡ് പാഴ്സൽ ആണ്, ഇതെല്ലാം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, ആർട്ടിക്കിൾസ് ബുക്ക് ചെയ്യാം. സെന്ററും അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി. പിന്നെ വെയിറ്റ് അനുസരിച്ചാണ് അതിന്റെ ചാർജസ് ഒക്കെ മാറും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബുക്കിംഗ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വാലറ്റിൽ എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ മാനുവൽ ആയിട്ട് ഒരു റഫ് ആയിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇതുമായിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക, ഓക്കെ ആണെങ്കിലാണ് നമ്മൾ ഡേ എൻഡിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഡെലിവറി കൊടുക്കണം, അതിന് മുന്നേ ആയിട്ട് ഡെലിവറി റിമാർക്സ് എല്ലാം കൊടുത്തതിന് ശേഷം വേണം ഡേ എൻഡ് ചെയ്യാൻ. പിന്നെ ഡേ എൻഡ് ചെയ്തതിന് ശേഷമാണ് IPVB നമ്മൾ എടുക്കുക. IPVBയിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടോ അത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി IPVB എൻ്റർ ചെയ്യുന്ന അതിന് ശേഷമാണ് ഡേ എൻഡ് ചെയ്തതിന് ശേഷം. IPVB നമ്മൾ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജനറേറ്റ് ബോർഡ് കൊടുക്കാം. ജനറേറ്റ് ബോർഡ് കൊടുക്കുമ്പോൾ ബോർഡ് ജനറേറ്റ് ആവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ക്യാഷ് എക്സസ് ആയിട്ട് വരുവാണ്, ആ ഒരു ലിമിറ്റ് ഒരു ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് കീപ്പ് ചെയ്യേണ്ട ക്യാഷിന്റെ ലിമിറ്റിനേക്കാളും എക്സസ് ആയിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് സബ് ഓഫീസിന് കൈമാറണം. അപ്പൊ എത്ര രൂപയാണ് നിങ്ങൾ സബ് ഓഫീസിന് കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ക്യാഷ് ടു AOയിൽ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിയുവാണെങ്കിൽ ക്യാഷ് ബാക്ക് വെയിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അപ്പൊ അതും കൂടെ കൊടുക്കാം. അതിനുശേഷം കൺഫേം ചെയ്ത് കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് ജനറേറ്റ് ആവും. അപ്പൊ നമ്മുടെ ബാലൻസുമായിട്ട് അത് കറക്റ്റ് ആയിരിക്കും. അതിനുശേഷമാണ് നമ്മൾ ബാഗ് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പൊ ബാഗിങ്ങിലേക്ക് തിരിച്ചു വരിക. അവിടെ ബാഗ് ക്ലോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ ബാഗിന്റെ ID കൊടുക്കുക. ബാഗിന്റെ ID കൊടുക്കുക. എന്തെങ്കിലും ഒരു ID, ഇപ്പൊ ബാഗ് IDയുടെ ലേബൽ ഉണ്ടെങ്കിൽ അത് നോക്കി കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തന്നെ കഴിഞ്ഞ BPMs ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ID ഏകദേശം കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് വെച്ചിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ അധികം എററൊന്നും വരത്തില്ല. അപ്പൊ അങ്ങനെ ബാഗ് ID കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിക്കിൾസ്, അന്നത്തെ ബുക്കിംഗ്, അതേപോലെ റിട്ടേൺ പോയ ആർട്ടിക്കിൾസ് ഇതെല്ലാം അതിൽ ലിസ്റ്റ് ചെയ്യും. അപ്പൊ അതെല്ലാം നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സ്കാൻ ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്ത് വരും ആ ഒരു ലിസ്റ്റ്. അപ്പൊ ഫുൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ സബ്മിറ്റ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബാഗ് ഡെസ്പാച്ച്, അതെല്ലാവരും മറന്നു പോകുന്നൊരു കാര്യമാണ്. ബാഗ് ഡെസ്പാച്ച് ഓപ്ഷനിലേക്ക് പോകണം. ബാഗ് ഡെസ്പാച്ച് ഓപ്ഷനിൽ പോയി ഡെസ്പാച്ച് ചെയ്യണം. ഈ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ബാഗ് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് അത്രയും ഡേറ്റ പോവുള്ളൂ. അപ്പൊ ബാഗ് ഡെസ്പാച്ചും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ബാഗിന്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയായി. ഇത്രയും കാര്യങ്ങളാണ് ഒരു ദിവസം ചെയ്യേണ്ട ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ പറഞ്ഞത്, ചെയ്യുമ്പോൾ അത്ര സിമ്പിൾ ആയിരിക്കത്തില്ല. ആദ്യമായിട്ട് വരുന്നവർക്ക് ആകെ ഒരു പൊക്ക പോലെ ആയിരിക്കും. എന്നാലും ഇതേ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക, ഈസി ആയിരിക്കും. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, ആ ഒരു ഫ്ലോ കിട്ടിക്കോളും. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടും ചെയ്യേണ്ടത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പ്രപ്പോസൽ ഇൻഡെക്സിംഗ് ഉണ്ട്, പുതിയ പോളിസീസിന്റെ ഇൻഡെക്സിങ്, അതേപോലെ തന്നെ പുതിയ അക്കൗണ്ട് ഓപ്പണിംഗ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇതിന്റെ കൂടെ വരുന്നതാണ്. ഞാൻ ഡേ ടു ഡേ ഓപ്പറേഷൻസിന്റെ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെയാണ് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതലും BPMസിനാണ് ഇത് യൂസ്ഫുൾ ആവത്തുള്ളൂ. ജസ്റ്റ് ചോദിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഇനി സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.